ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഓണമാണ്. എനിക്ക് ശ്വാസം മുട്ടലും അതുപോലെ തന്നെ പനിയുണ്ട്. ഞാൻ ഇത്രയ്ക്ക് ഉറക്കെ പറയുന്നത് വീഡിയോസിനകത്ത് ഇതേപോലെ സൗണ്ട് കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറക്കെ പറയുന്നത്. അല്ലാതെ എനിക്ക് ഇത്രയും സൗണ്ട് എടുക്കാൻ പോലും വയ്യ എനിക്ക്. സോ ഇപ്പം തന്നെ ശ്വാസം മുട്ടുന്നത് നിങ്ങൾ കണ്ടറിയാം. സൗണ്ട് വെക്കുമ്പം ശ്വാസം മുട്ടുന്നത് കേൾക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, മേ ബി. അപ്പം ആദ്യം തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും കാണാതിരിക്കുന്നവർക്ക് എന്തായാലും കാണാൻ പറ്റും. പക്ഷെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരോടും കൂടെയാണ്. സോ ഞാനിപ്പം ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കാണാത്തവരുണ്ട്, അതൊക്കെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി കൊണ്ടുപോയി. സോ അത് മാത്രമല്ല, രാവിലെ ഒന്ന് മഴ പെയ്തായിരുന്നു, പക്ഷേ ഇപ്പം മഴയില്ല. രാവിലെ മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോരുത്തരുടെ വീട്ടിലിട്ട് അത്തപ്പൂവ് അതും ഇതും എല്ലാം പോയി കാണാം. അവരത്ര കഷ്ടപ്പെട്ടിട്ടിട്ട് മഴ പെയ്യുമ്പോൾ പോകത്തില്ല, അതൊക്കെ വിചാരിച്ചു. സോ ഒരിക്കൽ കൂടെ ഞാൻ പറയാം, എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെയെന്ന് പറയുന്നത് ഇന്നത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. ഓണത്തിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നമ്മൾ സദ്യയൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഈ വ്ളോഗിനകത്ത് കാണിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ വ്ളോഗിനകത്ത് കാണിക്കുകയാണ്. പിന്നെ എന്താ അത്രയൊക്കെ ഉള്ളൂ. വ്ളോഗ് കാണുന്നവരാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും കൂടെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാവരും ഞാൻ എൻ്റെ വീട്ടിലോട്ട് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിക്കുന്നതിനും സന്തോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നതെല്ലാം. പിന്നെ ഞാനിപ്പോൾ എടുത്തു പറയുന്നത് പറഞ്ഞാൽ, സാധാരണ ഓരോരുത്തർക്കൊക്കെ ഓണപ്പരിപാടിക്ക് മുമ്പ് ഓണത്തിന് മുമ്പ് ഓണത്തിൻ്റെ അന്ന് അങ്ങനെയൊക്കെയാണ് പരിപാടി നടത്തുന്നത്. കാരണം ഈ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നടത്തുന്നത്. സോ ഇവിടെ 29, 30 ഈ തീയതികളിലാണ് ഇവിടെ നടക്കുന്നത് ഓണപ്പരിപാടി. അപ്പം ഇതിപ്പോൾ നമ്മുടെ ഓണം ദിവസത്തെ ഒരു വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഓണപ്പരിപാടിയുടെ വ്ളോഗ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം, അത് ഇടുകയും ചെയ്യാം. അവിടുത്തെ ഓരോ കാലാവസ്ഥ പോലെ ഇരിക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വിശേഷങ്ങൾ കാണാം. ബാ, ഇതിപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷൻസാണ്. പച്ചടി, കിച്ചടി, പിന്നെ പയറുതോരൻ, ഇഞ്ചിക്കറി, മാങ്ങ അച്ചാർ, അവിയൽ, പിന്നെ രാവിലെ കഴിക്കാൻ ഇഡലി ഉണ്ടാക്കി. പിന്നെ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു രാവിലെ തന്നെ. പിന്നെ അതെല്ലാം നമ്മൾ ഇഡലിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തിന്നാനായിട്ട് ഇഡലിയും സാമ്പാറുമാണ് കേട്ടോ. നമുക്ക് തിന്നാം. ഉച്ചത്തേക്കിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഓണം എന്തായാലും മഴ കൊണ്ടുപോയിട്ടുണ്ട് നല്ല രീതിക്ക്. മഴ മാത്രമല്ല, ഇവിടെ എനിക്ക് പനിയാണ്. ഞങ്ങളുടെ ഓണം എൻ്റെ പനി കൊണ്ടുപോയി. ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇത് ചിപ്സ് കുറച്ച് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതെന്താണ്, ഇത് നമ്മുടെ ശർക്കര വരട്ടി അതുണ്ട്. പരിപ്പ്, ഇതൊക്കെ ഇനി മാങ്ങ അച്ചാറ്, ഇഞ്ചി, പുളിയിഞ്ചി അങ്ങനെ പറയുന്നത്. പിന്നെ അടിയിൽ എന്താണ്, സാമ്പാറോ? അടിയിൽ അവിയലാണ്. അവിയലുണ്ട്. പിന്നെ സാമ്പാർ. ഇത് രാവിലെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇഡലിയുടെ കൂടെ വെച്ച സാമ്പാർ. മോര് നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്, കാരണം നാട്ടുകാരൊന്നിനും വെക്കുന്നത്. പയർ തോരൻ, ഇവിടെ നാരങ്ങ അച്ചാർ, പച്ചടിയും കിച്ചടിയും ഞാൻ കണ്ടറിയില്ല കേട്ടോ. ഇത് കിച്ചടി ഇതിലേതാ പച്ചടി ഏതാ കിച്ചടി എന്നൊന്നും അറിയത്തില്ല. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ.
നമുക്ക് കഴിക്കാൻ നേരമൊക്കെ കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നല്ല ഫുഡായിരുന്നു. എനിക്ക് പക്ഷേ പനിയൊക്കെ ആയതുകൊണ്ട് എക്സ്പ്രഷൻ ഇടാനേ പറ്റിയില്ല. പപ്പടം ഞാൻ 3 കറികൾ, ഈ ചോറിൽ തന്നെ 3 കറികൾ ഇട്ട് ഞാൻ കഴിച്ചു. പക്ഷേ എനിക്ക് എക്സ്പ്രഷൻ ഇടാൻ സത്യമായിട്ടും പറ്റിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു ഇത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളമ്പുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കുമായിരുന്നു. ഓണത്തിൻ്റെ ഡേ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒത്തിരി വലിയ ക്ലിപ്സില്ല, സത്യം പറഞ്ഞാൽ ഒത്തിരി വലിയ ക്ലിപ്സില്ല. എന്തോ ഒരു ഡേയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് പരിപാടിയില്ല. ഇല്ലെങ്കിൽ സാധാ ഒരു ഡേ ഓണത്തിന് പരിപാടി കൂടെ ചേർത്തിട്ടാണ്. സോ ഇപ്രാവശ്യം പരിപാടിയില്ല. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29, 30 തീയതികളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ വീഡിയോ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നത്, അതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. വേറൊന്നുമില്ല. എനിക്ക് കൂടിപ്പോയാൽ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് ഇല്ല ഒരു 6 മിനിറ്റ് ഉള്ള വീഡിയോയെ കാണത്തുള്ളൂ. അതായത് അത്രയും ലെങ്ത്തുള്ള വീഡിയോസേ കാണത്തുള്ളൂ. അപ്പം മാക്സിമം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചെടുത്തത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.